നസാരിനെ സ്കൂളിലെല്ലാം കൊണ്ടാക്കിയിട്ട് വന്നിട്ട് ഏകദേശം പണിയിലൊന്നും ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുഡിന്റെ പണി തുടങ്ങാന്ന് വിചാരിച്ചു ഉച്ചക്കേക്കുള്ളത്. നസാരിക്ക് രാവിലെ ചിക്കൻ കറിയും നൂൽപുട്ടും കൊടുത്തയച്ചതുകൊണ്ട് ചിക്കൻ കറി കുറച്ച് ബാക്കിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് മാങ്ങക്കറി ഉണ്ടാക്കാം. കുറച്ച് ദിവസമായി ഇതൊന്ന് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ ഉണ്ടാക്കിയിട്ടില്ല ഇത്ര ദിവസമായിട്ട്. അപ്പോൾ ഒന്നാമത് ഞാൻ തൈര് ഉപയോഗിക്കേണ്ടതുകൊണ്ടാണ് ഉണ്ടാക്കാത്തത്. കാരണം എനിക്ക് തൈര് അലർജിയാണ്, അതുകൊണ്ട് അത് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പച്ചമാങ്ങ ഒരു പുളിക്ക് വേണ്ടി ഇടാമെന്ന് വിചാരിച്ചിട്ട് ഈ മാങ്ങേൻ്റെ കൂടെ പച്ചമാങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല പഴുത്ത മാങ്ങയും പച്ചമാങ്ങയും പിന്നെ ഞാൻ പച്ചമുളകും ഉപ്പും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു മൺചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത്, അതിൻ്റെ ഒരു ടേസ്റ്റ് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറച്ച് തേങ്ങയിലേക്ക് 2 പച്ചമുളകും അല്ലെങ്കിൽ 2 കാന്താരി, ഞാൻ കാന്താരി എടുത്തിന്, കുറച്ച് ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ഇടാം, എരിവ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മളെ മാങ്ങ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ആ ടൈം ആകുമ്പോൾ അധിക സമയമൊന്നും വേവാനില്ലല്ലോ, അപ്പോൾ തൊലിയൊന്നും നമ്മൾ ഇടുന്നില്ല. ഈ ഒരു പുളിശ്ശേരിക്ക് പൊതുവേ തൊലി ഇടൂലല്ലോ. അപ്പോൾ നമ്മൾ തേങ്ങ അരപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് നല്ലോണം തിളക്കുന്ന നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ തൈര് വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാങ്ങയ്ക്ക് പകരം തേങ്ങയെല്ലാം ഒഴിച്ചിട്ട് ഇങ്ങനെ കറി തിളച്ച് കഴിഞ്ഞ് സ്റ്റീം ഓഫ് ചെയ്തിട്ടാകുമ്പോൾ തൈര് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ തൈര് ചേർക്കാത്തതുകൊണ്ടാണ് ഓൾറെഡി ഇങ്ങനെ തിളപ്പിക്കുന്നത്. എന്നിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കുക, എന്നിട്ട് കറിവേപ്പിലയും ചുവന്ന മുളകും കൂടി ഇട്ട് ഒന്ന് താളിച്ചാൽ നമ്മുടെ മാങ്ങാ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. മെയിനായിട്ട് ഞാനാണ് കേട്ടോ ഇവിടെ നിന്ന് ഈ ഒരു കറി കൂട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ 4 മാങ്ങ വെച്ചിട്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ തൈര് കൂട്ടാത്തവർക്കാണെങ്കിൽ ഈ പച്ചമാങ്ങ ഇട്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. എനിക്ക് തൈര് ഒഴിച്ച് തന്നെയാണ് ഇഷ്ടം, പക്ഷേ അലർജി ആയതുകൊണ്ട് കൂട്ടാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ചോറിന് നമുക്കിന്ന് മാങ്ങാക്കറിയും നല്ലൊരു എന്താ പറയുക മണയിലുണ്ട് കേട്ടോ, മാങ്ങാക്കറിയും പിന്നെ പപ്പടവും പിന്നെ മുളക് കൊണ്ടാട്ടം പൊരിച്ചതുമാണ്. അപ്പോൾ ഈ ഒരു കറി കുറച്ചൊരു മധുരം അങ്ങനെ ആയതുകൊണ്ട് നല്ല എരിവുള്ള മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ മുളക് കൊണ്ടാട്ടെല്ലാം കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്ന് ഇതും കൂട്ടിയിട്ടാണ് കേട്ടോ ചോറ്. അപ്പോൾ ഞാൻ കഴിക്കുക, നിങ്ങളെല്ലാവരും കഴിച്ചെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, തൈര് കൂട്ടാൻ പറ്റാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.